നമസ്കാരം. സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 2024 മാർച്ച് മാസത്തെ മകൻ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം. മകൻ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ഭാഗ്യസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയമാണ്. 7ാം ഭാവത്തിൽ ശനി സ്വക്ഷേത്ര ബലവാനായിട്ട് ശശമഹായോഗം ചെയ്താണ് നിൽക്കുന്നത്. അത് കാരണം കൊണ്ട് തന്നെ എല്ലാ രീതിയിലുള്ള അനുകൂലമായിരിക്കുന്ന ഗുണങ്ങളും അനുഭവിക്കാനായിട്ട് യോഗമുണ്ട്. ഈ വരുന്ന 7ാം തീയതി, മാർച്ച് മാസം 7ാം തീയതി ശുക്രൻ, അതായത് കർമാധിപതി സഹായ സ്ഥാനാധിപത്യം വഹിച്ച് 7ാം ഭാവത്തിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വളരെ അനുകൂലമായിരിക്കുന്ന അവസ്ഥ കാര്യങ്ങൾ ഉണ്ടാകാനായിട്ട് യോഗമുണ്ട്. കാരണം കർമാധിപതിയോട് യോഗം ചെയ്തിട്ട് രംഗായോഗം ചെയ്തിട്ട് ലഗ്നാധിപതി കൂടി നിൽക്കുന്നത് കാരണം കൊണ്ട് തൊഴിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല തൊഴിൽ കിട്ടാനായിട്ട് യോഗമുണ്ട്. തൊഴിലില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമാണ്. തൊഴിലെടുക്കുന്നവർക്ക് അനുകൂലമായിരിക്കുന്ന സമയമാണ്. നല്ല ദൈവാധീനമുള്ള സമയമാണ്. കലാപരമായിരിക്കുന്ന കഴിവോ മറ്റെന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള സ്കില്ലുള്ളവരെ സംബന്ധിച്ചിടത്തോളം വിശ്രുത ഗുണ എന്ന് പറയുന്ന യോഗം ചെയ്തിട്ട് 8ാം തീയതി മീനത്തിലേക്ക് ബുധൻ മാറുമ്പോൾ 4 പേർ അറിയപ്പെടുന്ന രീതിയിൽ കീർത്തി കേൾക്കാനുള്ള യോഗമുണ്ട്. അപ്പം എന്തെങ്കിലും ബഹുമതി കാര്യങ്ങളൊക്കെ കിട്ടാനുള്ളവർക്കാണെങ്കിൽ അത് കിട്ടുക, 4 പേർ അറിയപ്പെടുക. രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചും വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ള സമയമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ ഇഷ്ടസ്ഥാനത്താണ് ഭാഗ്യാധിപതിയായിരിക്കുന്ന ചൊവ്വ നിൽക്കുന്നത്, ഉച്ചബലവാനായിട്ടാണ്. അപ്പോൾ പൂർണ്ണ ബലവാനായിട്ട് നിൽക്കുന്ന ചൊവ്വ അനുകൂലമായിരിക്കുന്ന ഭാഗ്യത്തെ വർദ്ധിപ്പിക്കും. സാമ്പത്തികമായിരിക്കുന്ന കാര്യത്തിൽ 2ാം ഭാവത്തിൽ ഘടനകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കാരണം കൊണ്ട് കുറച്ച് കുറവ് വരികയോ അതല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചെലവ് വർദ്ധിക്കുകയോ ചെയ്യാനായിട്ട് സാധ്യതയാണ്. അതായത് ഭൂമി വാങ്ങുക, വീട് വയ്ക്കുക, വാഹനം വാങ്ങുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ധനം ചെലവഴിക്കാനായിട്ട് യോഗമുള്ള സമയമാണ്. വരവിൻ്റെ ഇരട്ടിയോളം പൈസ ചെലവഴിക്കാൻ ഈ മാസത്തിൽ യോഗമുണ്ട്. അപ്പോൾ അത് നമുക്ക് വിലപ്പെട്ടതും വളരെ കാലങ്ങളായിട്ട് ആഗ്രഹിച്ചിരുന്നതുമായിരിക്കുന്ന വസ്തുക്കളൊക്കെ കൈവശം വരാനുള്ള യോഗം കൂടി ആയത് കാരണമുണ്ട്. ആ ദോഷമല്ല, അനുകൂലമായിരിക്കുന്ന ഗുണഫലം തന്നെയാണ് കാണിക്കുന്നത്. എന്നാൽ അലസത കുറച്ച് വർദ്ധിക്കാനായിട്ട് യോഗമുള്ളൊരു സമയമാണ്. 14ാം തീയതി വരെ അലസത വർദ്ധിക്കുക, എടുത്തേട്ടം കൂടുക, ദാമ്പത്യ സുഖക്കുറവുണ്ടാകുക, ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് കലഹിക്കുന്ന സ്വഭാവം ഉണ്ടാകുക, പ്രിയ കലഹോസ്തകത എന്ന് പറയുന്ന യോഗം വരിക. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങൾക്ക് യോഗം ഉള്ളത് കാരണം കൊണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും ഇത് ജാതകവശാലുള്ള യോഗം കൊണ്ടാണ് അല്ല നക്ഷത്രഫലം കൊണ്ടുള്ള യോഗം കൊണ്ടാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകാതെ ഇരിക്കുകയും കണ്ടകശനിയുടെ ദോഷത്തിന് പരിഹാരമായിക്കൊണ്ട് ശനീശ്വരന് നീരാഞ്ജനം വഴിപാട് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെയുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ മേൽപ്പറയപ്പെട്ട ദോഷങ്ങൾക്ക് പരിഹാരം വരുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധക്കുറവ് വരാനുള്ളൊരു സാധ്യതയുണ്ട്. പഠനകാര്യത്തിൽ കുറച്ച് ശ്രദ്ധ കുറയുക, അതായത് ചില സമയത്ത് അത്ര അനുകൂലമാണെങ്കിൽ പോലും സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള കാര്യങ്ങൾ അനുഭവത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള 1-2 ദോഷങ്ങളാണുള്ളത്. അത് കാരണം കൊണ്ട് തന്നെ ശനീശ്വരൻ നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നാഗപൂജയും ചെയ്യണം. അഷ്ടമത്തിലാണ് രാഹു നിൽക്കുന്നത്. നല്ലത് പറഞ്ഞാലും ചില സമയത്ത് കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാനുള്ളൊരു സാധ്യതയുണ്ട്. 2ാം ഭാവത്തിൽ ഘടനകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്ന കാരണം കൊണ്ട്. അതുപോലെ തന്നെ കണ്ണിനോ ചെവിക്കോ വേദന പോലെയുള്ള രോഗാവസ്ഥ കാര്യങ്ങൾക്കും യോഗമാണ്. അത് കാരണം നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതു പൂജ ചെയ്യുന്നത് ഈ പറയുന്നപ്പെട്ട ദോഷങ്ങൾക്ക് പരിഹാരമാണ്. അനാവശ്യമായിട്ട് ചിലവ് വരാതിരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട സമയമാണ്. എന്തായാലും നല്ല ദൈവാധീനം ഉള്ളത് കാരണം കൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് തന്നെ നടക്കാനുള്ളൊരു യോഗമുണ്ട്. മാനസികമായിട്ട് സന്തോഷം അനുഭവിക്കാനും കുടുംബസുഖം അനുഭവിക്കാനും കർമ്മസംബന്ധമായിട്ട് നല്ല അഭിവൃദ്ധി ഉണ്ടാകാനും ഈ മാസത്തിൽ മകൻ നക്ഷത്രക്കാർക്ക് യോഗം കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.